വെൽക്കം ടു ടേസ്റ്റി കിച്ചൻ. നമുക്കിന്ന് പ്രഷർ കുക്കറിൽ തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. തേങ്ങാച്ചോറ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാത്ത കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. 250 ml കപ്പാണ്. ഇത് 2 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്കിപ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർക്കണം. എന്നിട്ട് അരിയും ഉലുവയും കൂടെ നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. ഒരു ചെറിയുള്ളി 4 പീസാക്കിയാണ് കട്ട് ചെയ്ത് വെച്ചതാണിത്. ഇനി കുറച്ച് തേങ്ങയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. ഇനി കഴുകി വെച്ച അരിയിലേക്ക് ചെറിയുള്ളിയും തേങ്ങയും എല്ലാം കൂടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം കൈ വെച്ചൊന്ന് ഞരടിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളമാണ് ചേർക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൽ 2 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം വേണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് മൂടി, കുക്കർ വിസിലിട്ടിട്ട് മൂടണ്ട, ജസ്റ്റ് ഒന്ന് അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിക്കുക. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 6 വിസിലും കൂടി അടുപ്പിക്കുക. പിന്നെ ഓരോ കുക്കറിന് അതിൻ്റെ പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ അതിനനുസരിച്ചും പിന്നെ ഓരോ അരിക്ക് വേവ് വ്യത്യാസമുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ഇരട്ടപ്പിക്കിന് മട്ടരി എത്തിക്കുന്നത് നല്ല വേവ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിസിൽ വേണ്ടി വന്നത്. ഇപ്പോൾ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.